السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحابه الفائزين برضا الله أما بعد. ആദരണീയരായ ഉസ്താദന്മാര്, സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് KMIC-യുടെ റേഡിയോ ശ്രോതാക്കളായ സുഹൃത്തുക്കൾ, നമ്മുടെ ഈ ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്കും ആവേശം പകർന്നവർക്കും ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കിയവർക്കും ഇതുമായി സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. ഇത് ലോകത്തും സന്തോഷത്തിന്റെ അഖിലുകാരിൽ അല്ലാഹു തആല പൊതുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ. ഏതായിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് ഉണർത്തി നമ്മുടെ ആത്മീയമാവുന്ന സദസ്സ് മൗലിദിന്റെയും അസ്മാഉൽ ബദറിന്റെയും ദുആയിലേക്ക് പ്രവേശിക്കാം. എനിക്ക് ലഭിക്കും എന്ന സഹോദരൻ അൽഹംദുലില്ലാഹ് KMIC-യിൽ എത്തിച്ചേർന്നാൽ, KMIC-യിൽ ഇരിക്കുകയാണെങ്കിൽ എനിക്കെന്റെ ജീവിതത്തിൽ ഉപകരിക്കുന്ന എന്തെങ്കിലും ലഭിക്കും എന്ന നിലക്ക് ഇന്നുള്ള ഇസ്ലാമികമായ ഓൺലൈൻ ക്ലാസ് റൂമുകളിൽ വെച്ച് അൽഹംദുലില്ലാഹ് നമ്മുടെ KMIC ആ വിഷയത്തിൽ മുൻപന്തിയിലെത്തുന്നു. അല്ലാഹു തആല എന്നും ഇസ്സത്തോടു കൂടെ ഖിയാമത്ത് നാൾ വരെ നമുക്കും നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾക്കും ഈ KMIC-യെ മുന്നിലെത്തിക്കുവാനും അത് സാധാരണക്കാർക്ക് ഉപകരിക്കുന്നത് പറഞ്ഞു കൊണ്ട് നിർബന്ധമായ നിസ്കാരത്തിന്റെ ഫർളുകളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. എങ്കിലും സാധാരണക്കാർക്ക് പറ്റുന്ന ചില അബദ്ധങ്ങൾ ഉണർത്തുന്നത് ഇത്തരം ക്ലാസുകൾ ശ്രദ്ധിക്കുന്നവർക്ക് ഉപകരിക്കും എന്ന നിലക്ക് ഒരു കാര്യം ഉണർത്തുകയാണ്. നിസ്കാരത്തിൽ ഖൗലിയായ ഫർളുമുണ്ട്, ഫിഇലിയായ ഫർളുമുണ്ട്, ഖൽബിയായ ഫർളുമുണ്ട്. അല്ലെ? അത് നമുക്കെല്ലാവർക്കും അറിയാം. ചെയ്യേണ്ടതുണ്ട്, കരുതേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. ഈ പറയേണ്ട ഫർളുകൾ 5 ാണ്. ചൊല്ലേണ്ട ഫർളുകൾ എത്രയാണ് നിസ്കാരത്തിൽ? 1 തക്ബീറല്ല. അതുപോലെ തന്നെ അവസാനത്തെ അത്തഹിയ്യാത്തിന് ശേഷം 3 മുഹമ്മദ് റബി 5 2 കളഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുക. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലേണ്ടതാണ്, ഫാത്തിഹ ചൊല്ലേണ്ടതാണ്, അതുപോലെ തന്നെ അവസാനത്തെ അത്തഹിയ്യാത്ത് ചൊല്ലേണ്ടതാണ്. അതേ രൂപത്തിൽ നിന്ന് അവസാനത്തെ അത്തഹിയ്യാത്തിന് ശേഷം റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചൊല്ലേണ്ടതാണ്, 1ാമത്തെ സലാമും. ഈ 5 ഫറലുകൾക്ക് ഒരു നിബന്ധന ഉണ്ട്. ഞാൻ നിങ്ങളെ ബേജാറാക്കുന്നില്ല. പക്ഷെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന നേരത്ത് 20 ഷർത്തുകൾ ഉണ്ട് എന്നാണ്. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന നേരത്ത് 20 ഷർത്തുകളുണ്ട്. സലാം വീട്ടുന്ന നേരത്ത് 10 ഷർത്തുകളുണ്ട്. സഹീഹാവാൻ ഒരു നിബന്ധന ഉണ്ട്. എന്താ ഒരു നിബന്ധന? എന്താ? സ്വശരീരം കേൾക്കണം. അതായത് വലിയ ശബ്ദകോലാഹലങ്ങൾ, ഒന്ന് ശ്രദ്ധിക്കുക, നല്ല ഒരു ഫാക്ടറി വർക്ക് ചെയ്യാണ്. ഒരു ഫാക്ടറി, എന്തോ ഒരു മില്ല്, അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പോയോക്കി, ഇപ്പൊ ഉംറക്ക് പോയവർക്ക്, ഹജ്ജിന് പോയവർക്കൊക്കെ അറിയാം, മക്കത്ത് ഹറമിന്റെ ചുറ്റുഭാഗത്ത് ജബൽ നൂറോ പോലത്തെ പർവ്വതങ്ങളൊക്കെ ഇടിച്ച് നിരപ്പാക്കുന്നത് കാണാം. അപ്പൊ അവിടെ ഭയങ്കര ശബ്ദം ഉണ്ടാവും. അല്ലേ? അങ്ങനത്തെ ഫാക്ടറികളൊക്കെ പാറ പൊട്ടിക്കുന്ന സ്ഥലങ്ങളിൽ ഭയങ്കര ശബ്ദം ഉണ്ടാവും. ഷഹീർ ഗോത്തക്കലിനൊക്കെ നല്ല പരിചയം ഉണ്ടാവും. കാരണം അവനൊക്കെയും ഹറമിന്റെ അടുത്താണ് താമസം. അവിടെ വലിയ വലിയ പണികൾ നടക്കുകയാണ്. അപ്പോ അവിടെ നമ്മൾ
എത്ര ഉറക്കനെ പറഞ്ഞാലും നമ്മൾ തന്നെ കേൾക്കൂല. നമ്മൾ അലാക്കിന്റെ ശബ്ദത്തിൽ പറഞ്ഞാൽ നമ്മൾ തന്നെ അത് കേൾക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ശബ്ദകോലാഹലങ്ങളൊന്നും ഇല്ലാത്ത സമയം, അതുപോലെ തന്നെ ഇവനിക്ക് ചെവി കേൾക്കില്ല, ഇവനിക്ക് എന്തില്ല, കേൾവി ശക്തിയില്ല. ഓനെത്ര ഉറക്കനെ പറഞ്ഞിട്ടെന്താ, ഓനത് കേൾക്കൂലല്ലോ. അപ്പൊ അങ്ങനത്തെ പ്രത്യേകമായ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത നേരത്ത് ഇവൻ പറയുന്നത് ഇവൻ കേൾക്കണം. ഇസ്മാഉ നഫ്സിഹി, ഇവന്റെ ശരീരത്തെ ഇവൻ കേൾപ്പിക്കല് നിർബന്ധാണ്. ചിലവരൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഫാത്തിഹ ഓതുന്നത്? എത്ര സാധാരണക്കാർ അങ്ങനെ ഫാത്തിഹ ഓതുന്നത് ചുണ്ടിങ്ങനെ അനങ്ങുന്നുണ്ടാവും. അതുകൊണ്ട് ശബ്ദം ഇവന്റെ ശരീരം കേൾക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്താവരുത്, ഇവന്റെ ഇടഭാഗത്തും വലഭാഗത്തും നിൽക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടായി തീരും ചെയ്യരുത്. സ്വശരീരം കേൾപ്പിക്കുക. പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു മസ്അല പറയുമ്പോ എന്നും രാവിലെ ക്ലാസ് കേൾക്കുന്നവര്, നമ്മുടെ 10 മണിക്കുള്ള ഫിഖിന്റെ ക്ലാസ് കേൾക്കുന്ന ഗൾഫുകാര് ഒരു ചെറിയ ഉപകാരം ചെയ്യുക. എന്താ ചെയ്യുക? എന്നും നമ്മൾ മിക്ക ആളുകളെ ആഴ്ചയിലൊരിക്കൽ വീട്ടിലേക്ക് വിളിക്കുന്നവരുണ്ട്, 2 ദിവസം കൂടുമ്പോ വീട്ടിലേക്ക് വിളിക്കുന്നവരുണ്ട്, ദിവസേന വീട്ടിലേക്ക് വിളിക്കുന്നവരുണ്ട്. ഇനി ഹാഷിം കൊയിലാത്ത് കല്യാണം കഴിച്ചിട്ടില്ല, എന്നാലും വീട്ടിലേക്ക് വിളിക്കുമ്പോ അമ്മ ഉണ്ടാവും, പങ്ങന്മാരൊക്കെ ഉണ്ടാവും അല്ലേ, അവരോടും വിളിച്ചു പറയാ ഒരു മസ്അല നിർബന്ധമായും സുന്നത്തൊക്കെ നമ്മള് ഉണർത്തിക്കൊടുക്കുക. പ്രത്യേകിച്ച് ഇബാദത്ത് സഹിയാവാനുള്ള മസ്അലകളുടെ കൂട്ടത്തിലുള്ള ഒരു മസ്അല നമ്മുടെ ഒരു നിങ്ങൾ 2 കൊല്ലം കഴിഞ്ഞ് നാട്ടിക്ക് വരുമ്പോ അല്ലെ ഉന്തികയില് പൈസത്ത മാതിരിയാവും. ഒരു മസ്അല ഒരു ദിവസം നമ്മുടെ കുടുംബ മിത്രാദികൾക്ക് നമ്മള് പഠിപ്പിക്കുക. നമ്മളത് അതൊക്കെ ഓൾക്ക് അരിയക്കാരൻ നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ എന്റെ അനുഭവം വെച്ചിട്ടാ പറയുന്നത്. അത് പറഞ്ഞു കൊടുക്കുമ്പോ അത് ശ്രദ്ധിക്കാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവും. ഈ ഉന്തികയില് പൈസ ജൈന്തൽക്കരിപ്പൂര് അല്ലേ, ഉന്തികയില് ഒരു പൈസ ഇതിന്റെ പരിപാടി ഉണ്ട്. നമ്മളെ പെരയില് വലിച്ച നേർച്ചപ്പൊറ്റി അല്ലെങ്കിൽ ഉന്തികൊക്കെ ഉണ്ടാവും. നമ്മളെപ്പോഴെങ്കിലൊക്കെ വരുമ്പോ അതിലെന്തെങ്കിലൊക്കെ ചില്ലറ വാക്കിണ്ടെങ്കിൽ എന്ത് ചെയ്യും, അയിലിടും അല്ലേ, ആ ചില്ലറ വാക്കി അയിലിടും. സ്ഥലത്തി ചില്ലറതും. അങ്ങനെ നമ്മൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ ആ പാത്രം ഒന്ന് പൊളിച്ചു നോക്കി. നിങ്ങൾക്കൊക്കെ അറിയല്ലോ, നമ്മളെ ഓരോ കഥകളിലും മർക്കസിന്റെ പൊറ്റി ഉണ്ടാവും, യത്തീംഖാന്റെ പൊറ്റി, പല സ്ഥാപനങ്ങളിലും പൊറ്റി ഉണ്ടാവും. ഇത് നമ്മളൊരു 5-6 മാസം അതല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആ പൊറ്റി ഒന്ന് പൊളിച്ചു നോക്കാന് സുബ്ഹാനല്ലാഹ് ചിലപ്പോൾ 2000 ഉറുപ്പ്യക്ക് ഉണ്ടാവും അതില്. അപ്പൊ ഞാനൊക്കെ മുമ്പ് ഓതാൻ പോകുന്ന കാലത്ത് അങ്ങനെ വെച്ചിന്. ദറസ് തുറന്നിട്ട് റംസാന്റെ ശേഷം ദറസ് തുറന്നാൽ ഒരു ചെറിയ പൊറ്റി വെക്കും. എന്നിട്ട് നമ്മളെ എവിടെങ്കിലൊക്കെ യാത്ര കഴിഞ്ഞ് വരുമ്പോ 25 പൈസ ഉണ്ടായി, 25 പൈസ 50 പൈസക്കും ചില്ലറ ഉണ്ട്, അതാ പൊറ്റിക്കാൻ ഇടും. പിന്നെ പിറ്റത്തെ കൊല്ലം ദറസ് പൂട്ടി പോരുമ്പോ ദറസ് നിർത്തുമ്പോ ആ പൊറ്റി തുറന്നു വെക്കുക. നമ്മൾ ഒരു മാസമൊക്കെ ഇങ്ങനെ നാട്ടിൽ വന്നു നിൽക്കുമല്ലോ ദർസ് പൂട്ടിയാല്. ആ ഒരു മാസം നമ്മളെ നാട്ടിൽ നിൽക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ഉള്ള ചില്ലറ കാശ് അത് അതിലുണ്ടാവും. സാധിച്ചില്ല. പക്ഷെ അൽഹംദുലില്ലാ ഞാൻ KMICയുടെ ശ്രോതാവായ കാരണം ഞാൻ ദിവസേന KMICയുടെ തജ്വീദിന്റെ ക്ലാസ് അല്ലെങ്കിൽ ഫിഖിന്റെ ക്ലാസ് കേൾക്കും. അതിൽ നിന്ന് ഒരു മസ്അല ഞാൻ എന്റെ ഭാര്യക്ക് ദിവസേന ഫോം വിളിച്ച് പറഞ്ഞു കൊടുക്കും. സുബ്ഹാനല്ലാഹ് 2 കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോ എന്റെ ഗൾഫ് ജീവിതം കൊണ്ട് എനിക്ക് കിട്ടിയത്, ഞാൻ നല്ലൊരു സാധാരണക്കാര് ഒരു ആത്മീയമായി വളരാൻ നമുക്ക് കൂടുതലൊന്നും ഇൽമു പഠിക്കാനൊന്നും അതിനൊഴിഞ്ഞിരിക്കാൻ നമുക്ക് സമയമില്ല. അവർക്ക് ഞാൻ നല്ലൊരു പോയിന്റ് പറഞ്ഞു തരികയാണ്. 2 കൊല്ലം കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോ അൽഹംദുലില്ലാഹ് KMICയുടെ ഒരു ശ്രോതാവായ കാരണം ഒരു 500 മസ്അല ഞാന് KMICയിലൂടെ കേട്ട് അതെന്റെ കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു മുതലാണ് ഇപ്പൊ 2 കൊല്ലം ഗൾഫിൽ നിന്നിട്ട്
എനിക്ക് ആഖിറത്തിലേക്ക് സമ്പാദിക്കാൻ കൂടിയത് ഈ ഒരു പോയിന്റ് നിങ്ങളെ എല്ലാ ഗൾഫുകാരും എല്ലാരും ഇങ്ങനെ ഇതൊന്നും ഇങ്ങനെ ഈ ഒരു ആശയം നമ്മുടെ റൂമിലുള്ള, നമ്മുടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന, നമ്മുടെ കടയിൽ താമസിക്കുന്ന എല്ലാവരോടും ഒന്നിങ്ങനെ ഉണർത്തി വെക്കാനും. ഇപ്പൊ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെക്കുക. ചിലപ്പോ അതിൽ KMICയുടെ ക്ലാസ് കേൾക്കുന്നത് ഒരാളായിരിക്കും, ബാക്കി 10 ആളതിൽ ജോലിക്കാരുണ്ടാവും. അവരോട് ചോദിക്കുക, അല്ല നമ്മൾ 2 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് അബ്ദുൽ മജീദ് 37 വർഷം പ്രവാസി ജീവിതം നയിച്ച് വെറും കയ്യോടെ നാട്ടിലേക്ക് എന്നുള്ള ഒരു റിപ്പോർട്ട് വായിച്ചവരുണ്ടാകും, അല്ലെങ്കിൽ ഞാനത് പറഞ്ഞപ്പോ കേട്ടവരുണ്ടാകും. ആ അബ്ദുൽ മജീദിന്റെ ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. ഭൗതികമായിട്ടൊന്നുമില്ലെങ്കിലും ആത്മീയമായി എന്റെ ഗൾഫ് ജീവിതം കൊണ്ട് ചിലതൊക്കെ സമ്പാദിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു സമാധാനമെങ്കിലും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഒരു കാര്യം ഈ സമയത്ത് ഉണർത്തുന്നത്. അതുകൊണ്ട് പല സാധാരണക്കാരും ഫാത്തിഹ ഓതുമ്പോ അതുപോലെ തന്നെ അത്തഹിയാത്ത് ഓതുമ്പോ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോ സലാം വീട്ടുമ്പോ വെറും ചുണ്ടനങ്ങുന്നവരെ കാണാം. ചുണ്ടനങ്ങ ഇങ്ങനെ ചുണ്ടിങ്ങനെ അനങ്ങുന്നുണ്ടാവും അല്ലെ. നിങ്ങൾ നോക്കി, ഞാൻ ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് നല്ലൊരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് ശരിയാണ്, അബൂ റയ്യാൻ ഈ പറഞ്ഞത് ശരിയാണ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ചില ആളുകളുടെ മുഖത്തേക്ക് നോക്കി വെക്കൊണ്ടു, ഓരിങ്ങനെ ഫിക്കറൊക്കെ ചെല്ലുന്നുണ്ടാവും, ഓരിങ്ങനെ ചുണ്ടിങ്ങനെ അനങ്ങുന്നുണ്ടാവും. ഇതുകൊണ്ട് കാര്യമില്ല. അതായത് ഞാൻ നിങ്ങൾക്ക് തിരിയാൻ ഒരു മസ്അല കൂടി, ഒരു മസ്അലയുടെ ഗൗരവം എല്ലാവരും ചിന്തിക്കാൻ, നമ്മുടെ വിഷയം ഫറലായ അല്ലെങ്കിൽ ഉജൂബായ കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിലും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോഴുള്ള ചില സുന്നത്തുകൾ പറഞ്ഞപ്പോ അവിടത്തെ ചില നിർബന്ധം കൂടി പറയാണ് എന്ന് സാന്ദർഭികമായി. ഇപ്പോൾ ഒരാൾക്ക് വലിയ അശുദ്ധിക്കാരനാണ്, നമുക്ക് എല്ലാവർക്കും അറിയല്ലോ. വലിയ കുലി നിർബന്ധമായാൽ ഖുർആൻ പാരായണം ഹറാമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരാളിങ്ങനെ ചുണ്ടനക്കി, വെറും ചുണ്ടിങ്ങനെ അനക്കി ഓൻ ഖുർആൻ ഓതി, അല്ലെങ്കിൽ ഖൽബിൽ ഓൻ ഖുർആൻ ഓതി, ഇത് ഹറാമില്ല എന്നാണ്. അങ്ങനെ വലിയ അശുദ്ധിക്കാരൻ ചെയ്താൽ അത് ഹറാമില്ല. എന്തേ കാരണം? അത് ഖുർആനോത്തായിട്ടില്ല. അപ്പൊ നമ്മൾ ചുണ്ടനങ്ങിയത് കൊണ്ട് നമുക്കൊരിക്കലും ആ ചൊല്ലിയതിന്റെ കൂലി ലഭിക്കില്ല. നിസ്കാരത്തിലെ കൗലിയായ ഫർളാണെങ്കിൽ ആ ഫർള് സഹിയാവുകയില്ല. അതുകൊണ്ട് അവനവന്റെ ഭാര്യ, അതുപോലെ തന്നെ സാധാരണക്കാർ ഈ ഇസ്മാഉ നഫ്സിഹി, അവന്റെ സ്വശരീരത്തെ കേൾപ്പിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് എല്ലാവരോടും ഞാനൊരു ചോദ്യം ഇപ്പൊ ചോദിക്കാൻ, ഈ ക്ലാസ് റൂമിലുള്ളവരോട് എല്ലാവരോടും, ഹസൻ ഉസ്താദൊന്നും പങ്കെടുക്കേണ്ട, ഉസ്താദുമാരോടല്ല, ഓരോട് ചോദിക്കാൻ എനിക്ക് അവകാശമില്ല. എന്റെ ഷഹീർ കോത്തക്കല്, ഹാഷിം കൊയിലാത്ത്, അബൂ ഷംബീൽ പോലത്ത സാധാരണക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഉസ്താദുമാരോടല്ല. അങ്ങനെ സാധാരണക്കാരോട്, കാരണം ഓരൊക്കെ സാധാരണക്കാരാണ്. എന്റെ ഷഹീർ കോത്തക്കളൊക്കെ ഓനക്കൊക്കെ അടി കിട്ടി നന്നായ മാതിരിയാണ് ഓനക്കൊക്കെ. അള്ളാഹു തആല ഇനിയും നല്ലത് ചിന്തിക്കാൻ. ഇത് ഷഹീർ വെള്ളത്തുണി വാങ്ങണമെന്ന് പറഞ്ഞീന്, കഫൻ ചെയ്യാനല്ല, ഭാര്യ നിസ്കരിക്കുമ്പോ മുമ്പിൽ വിരിക്കാൻ വാങ്ങിയ ഷഹീറെ വെള്ളത്തുണി വാങ്ങിയിട്ട് ഭാര്യ മാഷാ അല്ലാഹ്, അതിപ്പോ നമ്മളെ KMICയിൽ വന്നിട്ട് ചെയ്തതല്ലേ, ഹസൻ ഉസ്താദെ ഉപകാരം ചെയ്തതല്ലേ. നമ്മൾ ഒരാളെങ്കിലും അങ്ങനെ ഒരു ആത്മാർത്ഥമായി നിസ്കരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ, നമ്മൾ 14 കൊല്ലം KMIC തുടങ്ങിയിട്ട് ഒരാളത് ചെയ്താല് നമുക്ക് എത്ര ഉപകാരമായി. ഒരു വെള്ളയിലേക്ക് നോക്കി ഖൽബ് ശുദ്ധീകരിക്കുന്ന ഒരു നിറമാണല്ലോ വെള്ള. അന്ന് 2-3 ദിവസം ഷഹീർ കോത്തക്കൽ പറഞ്ഞിരുന്നു, ഞാനൊരു വെള്ളത്തുണി വാങ്ങിയിട്ട് വിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പള്ളികളിലൊന്നും ഇപ്പൊ നമ്മക്കത് നടക്കൂല. നമ്മുടെ വീടുകളിലെങ്കിലും നമ്മുടെ സ്ത്രീകൾക്ക്, നമ്മുടെ ഭാര്യ മക്കൾക്കൊക്കെ അല്ലാഹു തആല ഒരു ഇഖ്ലാസുള്ള, ഒരു ഖുശൂ ഉള്ള, പരമാവധി ശ്രദ്ധിച്ച് നിസ്കരിക്കാനുള്ള ഒരു തൗഫീക്ക് അല്ലാഹു തആല നൽകുമാറാവട്ടെ. അപ്പൊ അങ്ങനത്തെ സാധാരണക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാന് മുമ്പ് പറഞ്ഞ മാതിരി ഇനിങ്ങനെ അബൂ റയ്യാൻ ഏതെങ്കിലൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴേ
ശ്രദ്ധിക്കണം. ഇത് ഞാനങ്ങനെ ശ്രദ്ധിക്കും. നമ്മളെ KMIC-ക്കാരുടെ വീട്ടിലേക്ക് വരുമ്പോ ആരൊക്കെയാണ് വരിയും കൂലില്ലാത്ത പ്ലെയിൻ കളറിൽ നിസ്കരിക്കുന്നവരാരൊക്കെയാണ്. ജൈൻഡ്കരിപ്പോലെ ഒക്കെ പെരയിൽ പറഞ്ഞാല് അപൂർവ്വം വരുന്നുണ്ട്. ആ ചങ്ങായി അടക്കി നോക്കും. എന്നിട്ട് വേണമെങ്കിൽ പിന്നെ അത് മൈക്കേല് വിളിച്ചു പറയും. ആർക്കും ബുദ്ധിമുട്ടാവും. അങ്ങനെങ്കിലും അടിച്ചിട്ടോ പറഞ്ഞിട്ടോ നോക്കിയിട്ടോ ഏതെങ്കിലും നിലക്ക് നന്നാവത്തെ. മഹാനായ ഗസാലി ഇമാമിന്റെ ഒരു വാക്കുണ്ട് അല്ലെ ഹസൻ ഉസ്താദെ, ഞാൻ ഓതി പഠിക്കുമ്പോ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഇൽമ പഠിച്ചതല്ല, പക്ഷെ അള്ളാഹ് പിന്നെ അത് അള്ളാഹ്ക്ക് ആക്കി തീർത്തു. അപ്പൊ ഏതെങ്കിലും നിലക്ക് മറ്റൊന്ന് എന്തെങ്കിലും ആയിട്ട് നമ്മളിത് നോക്കണം. അള്ളാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ എന്റെ ചോദ്യം എന്താണെന്നറിയോ, ഈ ഒരു ക്ലാസ് തുടങ്ങിയതിന്റെ ശേഷം ഇനിയിപ്പോ നമ്മള് വിഷയത്തിലേക്ക് നമ്മളിപ്പോ കിടക്കണില്ല. ഇനിയിപ്പോ പറഞ്ഞത് ആരൊക്കെ ചെയ്തു എന്നാ നോക്കുന്നത്. അത് അങ്ങനെ ചെക്ക് ചെയ്ത് തന്നെ അത് പോയാൽ മതി. അപ്പലപ്പോ ഈ ക്ലാസ് ഉപകാരം. ഏതായാലും വെള്ളത്തുണി വാങ്ങി ഒരാളുണ്ടായി എന്ന് പറഞ്ഞല്ലോ, അൽഹംദുലില്ലാ. അഷ്റഫ് ബത്തേരി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് എത്ര ആള് ചെയ്തു എന്നൊന്ന് ചെക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. നമ്മളെ പള്ളി ദിവസം മുതല് ഹസൻ ഉസ്താദ് ഞങ്ങൾക്കൊക്കെ അറിയാം. ഉസ്താദുമാര് പള്ളി ദിവസത്തിൽ ഓതുമ്പോ ഉസ്താദുമാർ ഇങ്ങനെ ശ്രദ്ധിക്കും. ഒരു കാര്യം പറഞ്ഞെന്നാ ആരൊക്കെ ഞാൻ അത് ചെയ്യുന്നു, എന്നിട്ടേ ഒരു അടുത്ത വിഷയത്തിലേക്ക് അത് കടക്കുള്ളൂ. അപ്പോഴേ ഇപ്പൊ നമുക്കിത് ഉപകരിക്കുള്ളൂ. ഇതുവരെ പലവരും രണ്ട് ഉള്ളൻ കൈ കിബിലയിലേക്ക് ആക്കാത്ത രൂപത്തിലായിരുന്നു നല്ലൊരു വിഭാഗം ആളുകൾ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരത്ത് കൈ ഉയർത്തിയിരുന്നത്. നമ്മുടെ ഈ ഒരു ക്ലാസ് കേട്ടിട്ട് അതിന്റെ മുമ്പുള്ളവർക്ക് അല്ലാഹു തആല അതേമാതിരി ചെയ്യാനുള്ള തൗഫീക്ക് നിലനിർത്താനുള്ള ഫീക്ക് മാത്രം ചെയ്യാത്തവരോടാ ഞാൻ ചോദിക്കുന്നത്. ചെല്ലുന്ന നേരത്ത് കൈ ഉയർത്താൻ ശ്രദ്ധിച്ചവരൊക്കെ ഒരു എസ്സരിച്ചാന് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മെനക്കേന് കിട്ടണല്ലോ. യെസ് ആശിം കൊയിലാത്ത് മാഷാ അല്ലാഹ് 2 3 4 5 6 7 അല്ല ഷൗക്കത്ത് സക്കാഫിയൊക്കെ ഞാൻ ഇപ്പൊ ഈ ക്ലാസ് കേട്ടിട്ടാണ്. മാഷാ അല്ലാഹ് മതി, ഇനി അത്ര മതി. ഇനി ഉള്ളവരൊക്കെ അങ്ങനെ എസ്സരിച്ചോ. ഇത് തുടരണം. ഇത് നമ്മുടെ ക്ലാസ് റൂം കൊണ്ട് ഇവിടെ എങ്ങനെയാ ഒരു സാധാരണക്കാരെ നമ്മൾ ആ ഒരു വ്യത്യാസം നമുക്കിത് ഉണ്ടാവണം. ഞാൻ ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാൻ ഇനി നമുക്ക് നാളെ പറയുമ്പോൾ സന്തോഷം കിട്ടുമല്ലോ അല്ലേ. റേഡിയോ ശ്രോതാക്കൾ വേറെ കുറെ ഉണ്ട്, അവര് പലർക്ക് വിളിക്കാറുണ്ട്. സാറേ വളരെ ഉപകാരമായി. ഇതൊന്നും ഞങ്ങൾ ചെയ്യാത്തത് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ രൂപങ്ങൾ എന്ന് ഒരു വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി തരുന്ന ക്ലാസുകൾ കേൾക്കാത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോയത്. ഞാൻ ഉസ്താദിന്റെ അടുത്ത് വരുന്നുണ്ട്, 2 റക്അത്ത് നിസ്കരിക്കാം. അത് നല്ലൊരു കാര്യമാണ്. പഴയ കാലത്തൊക്കെ അങ്ങനെയൊന്നും ഉസ്താദുമാർ നിസ്കാരം പഠിപ്പിച്ചതിന് ഒക്കെയും പറഞ്ഞിങ്ങനെ മനസ്സിലായി കൊടുത്ത്. ഇനി അള്ളാഹ്ക്ക് വേണ്ടി ഉസ്താദിന് വേണ്ടിയിട്ടല്ല, ഉസ്താദ് 2 റക്അത്ത് നിസ്കരിച്ച അപ്പൊ ആ നിസ്കാരത്തിൽ അത് ഇന്നതും കൂടി ശ്രദ്ധിക്കാണ്ട് എന്ന് പറയുമ്പോ അതൊക്കെ ഉപകാരം ചെയ്യും. ഇപ്പൊ ഓൺലൈനിലാവുമ്പോ അങ്ങനെ ഒരു ക്ലാസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റൂലല്ലോ. അൽഹംദുലില്ലാ, അല്ലാഹു തആല ഈ ക്ലാസ് റൂമിന് തുടക്കം കുറിച്ചവർ, ഈ ക്ലാസ് റൂമിന്റെ നിലനിൽപ്പിന് വേണ്ടി സാമ്പത്തികമായി ചെലവഴിക്കുന്നവർ, ഈ ക്ലാസ് റൂം കളറാക്കാൻ വേണ്ടി സാമ്പത്തികമായി ചെലവഴിക്കുന്നവർ, എന്നും KMIC മുമ്പിൽ നിൽക്കണം എന്ന നിലക്ക് ഐഡിയ ഇട്ട് സഹായിക്കുന്നവർ, അതുപോലെ തന്നെ KMICയുടെ സ്ക്രീന് എല്ലാ സമയത്തും ചലിക്കണമെന്ന് വിചാരിച്ച് ഇടക്കിടക്ക് പൂവ് പുതുന്നവർ, അങ്ങനെ ഈ ഒരു മഹത്തായ സംരംഭത്തോട് സഹായിക്കുന്ന, സഹകരിക്കുന്ന, സ്നേഹിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവർക്കൊക്കെ അല്ലാഹു തആല കുറച്ചു സാധാരണക്കാരെങ്കിലും അവരുടെ ഏറ്റവും നമ്മുടെ ഇബാദത്തിലുള്ള അല്ലെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ ഇബാദത്ത്, അഫ്ളലായ ഇബാദത്ത് നിസ്കാരം. ആ നിസ്കാരത്തിന്റെ തുടക്കം ശ്രദ്ധിക്കാൻ കുറച്ചാളുകളെങ്കിലും ശ്രദ്ധിച്ചു. അൽഹംദുലില്ലാ, ഈ സമയത്തൊക്കെയുള്ള എത്രയോ നമ്മുടെ പാവങ്ങളായ KMICയുടെ റേഡിയോ ശ്രോതാക്കൾ കൽബിൽ ഇങ്ങനെ പറയുന്നുണ്ടാവും, ഉസ്താദേ ഞങ്ങൾക്കൊരു അടിക്കാൻ മാർഗമില്ലല്ലോ, അതുകൊണ്ട് മൈക്കേലായതുകൊണ്ട് ഞങ്ങള് ഇപ്പം വിളിക്കുന്നില്ല. അങ്ങനെ നമ്മളിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞാൽ ചില സുഹൃത്തുക്കളൊക്കെ എനിക്ക് വിളിക്കും, ഞങ്ങളിങ്ങനെ ഉസ്താദ് അടിക്കാൻ പറയുമ്പോ ഞങ്ങൾക്ക് അതിന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങൾ റേഡിയോ ശ്രോതാക്കളല്ലേ, അതിന് സാധിക്കാത്തത് കൊണ്ട് വിടാതെ ഇരുന്നതാണ്. പിന്നെ മൈക്കേലായതുകൊണ്ട്
ഇരിക്കാതിരുന്നതാണ്. മൈക്ക വിട്ടപ്പോ ഞങ്ങൾ ഈ സന്തോഷം ഒരു 50 ആൾക്കാരോട് പറയുമ്പോ ഒരു 5 ആള് അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് കേൾക്കുമ്പോ നമുക്ക് ഇനിയും KMICക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ആവേശം, ഒഴിവ് കിട്ടുന്ന സമയങ്ങളൊക്കെയും KMICയിൽ വരാനുള്ള ഒരു ആവേശം ഉണ്ടാവാൻ വേണ്ടി കൂടിയാണ് ഞങ്ങളെ കൊണ്ട് അടുപ്പിച്ചത്. അള്ളാഹുത്താൽ നിങ്ങൾ ആരും ഇന്നൊരു വെറുപ്പുണ്ടാവരുത്, ഞങ്ങളെ പരീക്ഷിക്കാനോ ചെക്ക് ചെയ്യാനോ എന്നും നിങ്ങൾക്ക് തോന്നൂല എന്ന നിലക്ക് ചെയ്യിപ്പിച്ചതാണ്. അവിവേകമായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. അള്ളാഹുത്താല എന്റെ പ്രിയപ്പെട്ട KMICയിലെ സാധാരണ സഹോദരന്മാരോട് ഒരിക്കൽ കൂടി ആ ഒരു കാര്യം, കാരണം ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ആ ഒരു സംഭവം, നിസ്കാരത്തിന്റെ ഭംഗിയാണ് കയ്യുയർത്തൽ. റഫ്ഉൽ യദൈനി, കയ്യുയർത്തൽ അത് സീനത്തു സ്വലാത്തി, നിസ്കാരത്തിന്റെ ഒരു ഭംഗിയാണ്. അതാണ് ഒരു നിസ്കാരത്തിന്റെ ഒരു ഭംഗി. ഒരു പ്രാവശ്യം കയ്യുയർത്തുമ്പോ 10 പ്രതിഫലം. നമ്മളെ 10 വിരൽ ഉയരുമ്പോ ഒരു വിരലിൽ നിന്ന് ഒരു പ്രതിഫലം അള്ളാഹു കണക്കാക്കുന്നുണ്ട്. ഈ ഒരു മഹത്തായ ഭാഗ്യം, ഈ ഒരു അവസരം 5 വഖത്ത് നിസ്കരിക്കുമ്പോ, പ്രത്യേകിച്ച് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോ, മറ്റു റവാത്തിബൊക്കെ നിസ്കരിക്കുമ്പോ വലിയ ഒരു പ്രതിഫലമാണ് ഈ കയ്യുയർത്തുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. എല്ലാരും അത് ജീവിതത്തിൽ നിലനിർത്തുവാനും അവനവന്റെ ഭാര്യ സന്താനങ്ങളെ അവനവന്റെ ഫ്ലാറ്റിൽ റൂമിലൊക്കെ ഇത്തരം നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോ ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്. നമ്മുടെ ഒരു KMICയുടെ ഒരു ശ്രോതാവുണ്ട്. ജോലി തിരക്ക് കാരണം ഒരാള് മാത്രമാണ് KMICയുടെ ശ്രോതാവ്. അയാൾ ചെയ്യുന്ന, ആ സുഹൃത്ത് ചെയ്യുന്ന പണി എന്താണ്? എന്നും ഈ രാവിലെ ഇങ്ങനെ നടക്കുന്ന ക്ലാസ് കേൾക്കും. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? രാത്രി ജോലികളൊക്കെ കഴിഞ്ഞു വന്നാല് ഈ കേട്ട ക്ലാസ് അതേമാതിരി ഒരു 15-20 മിനിറ്റ് എന്താക്കും, അദ്ദേഹത്തിന്റെ റൂമിലുള്ള ബാക്കി 9 ആൾക്കാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു റേഡിയോ ശ്രോതാവുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾക്ക് ഒരു 10 ആളാണ് ഇപ്പൊ കേൾക്കുന്നതെങ്കിലും ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ ഒരു 5-6 ദിവസമായിപ്പോ ഒരു കയ്യുയർത്തുമ്പോ കാരണത്തെ നമ്മൾ കളിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതിങ്ങനെ സമയം ചെലവഴിക്കുന്നത് ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ മെനക്കെത്തിട്ട് അങ്ങനെ ചിലവർക്ക് തോന്നും. ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നും, ഒരു ചെങ്ങായി എത്ര ദിവസമായി ഒരു കയ്യുയർത്തുമ്പോ കാണും മെനക്കതെന്ന്. ആന്താ ഞാൻ അതാ ഞാൻ ഒരിക്കലെങ്കിലും ആ പറഞ്ഞ രൂപത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്റെ നിക്കാലത്ത് ഞാനൊന്ന് അങ്ങനെ കയ്യുയർത്തത്തേന് അങ്ങനെ ഒരു 2 ആള് ചിന്തിച്ച എങ്ങനെങ്കിലും എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. അത് ഇന്നലെ പറഞ്ഞല്ലോ ആലൂരെ 6-ാം നോമ്പിന്റെ ആ മസല ഞാൻ ഇന്നലെ മിഞ്ഞാനേറ്റെ പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ അതിലേക്ക് ഞാൻ 10 മണി ക്ലാസ്സിൽ അത് ഉണർത്താം. ഇനിയിപ്പോ അതിലേക്ക് കടന്നാല് നമ്മുടെ മൗലിദ് തുടങ്ങാനൊക്കെ സമയം വൈകും. പലവർക്കും നമ്മളെ രാത്രി ഉറക്കം വയ്ക്കുന്നവര് ആ നാരിയത്ത് സലാത്തും ചൊല്ലി ഒരു ദുആയും പങ്കെടുത്ത് ഉറങ്ങാൻ തീരുമാനിക്കുന്ന ഒരുപാട് ഗൾഫുകാരുണ്ട്. ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അതുകൊണ്ട് ഇനി നിസ്കാരത്തില് 4 പ്രാവശ്യം കയ്യുയർത്തേണ്ടതുണ്ട് ഇതേ രൂപത്തില്. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരത്താണ്, ബാക്കി 3 കവലം അത് അല്പം നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ടായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് നിസ്കാരത്തിന്റെ ഭംഗി എന്ന് മഹാന്മാർ പറഞ്ഞ, ആരും ഇന്ന് 100% എന്ന് വേണമെങ്കിൽ പറയാം, ആരും ശ്രദ്ധിക്കാതെ പോയ ഈ കയ്യുയർത്തുക എന്ന ഈ ഒരു ഭംഗിയായ നിസ്കാരത്തിന്റെ ഒരു ഭംഗി, അത് ജീവിതത്തിൽ ഈ നിസ്കാരത്തിന്റെ തുടക്കം ഒന്ന് വൃത്തിയായാൽ തന്നെ നമുക്ക് തന്നെ ഒരു മനസ്സിൽ വരും, ഞാൻ ഇങ്ങനൊക്കെ ഒരു കയ്യ് കെട്ടിയതല്ലേ, ഇനി അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിസ്കരിക്കട്ടെ എന്നതിലേക്ക് ഒരു സൂചനയായി ഈ ഒരു കാര്യം തുടക്കത്തിൽ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി കയ്യുയർത്തേണ്ട മറ്റു സന്ദർഭങ്ങൾ ഇൻഷാ അള്ളാഹ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാം എന്ന് പറഞ്ഞ് ഹസൻ ഉസ്താദിനെ ദുആഇന് നേതൃത്വം നൽകാൻ മൈക്കയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു വ്യക്തി, നമ്മുടെ അബൂ സുഹാന, എപ്പോഴും ക്ലാസ് റൂമിൽ ഉണ്ടാവുന്ന ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ
അമ്മാവൻ ഹംസ തളിപ്പറമ്പ് മരണപ്പെട്ട വിവരം അറിയിക്കുന്നു. അല്ലാഹു തആല ആ സഹോദരന്റെ എല്ലാ ദോഷങ്ങളും വിട്ടുപുറത്ത് മാഫാക്കി ഇരുലോകത്തും സന്തോഷത്തിന്റെ അഖിലുകാരിൽ പെടുത്തി തെരുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട KMIC റേഡിയോ ശ്രോതാക്കളോട് പലരും പല സമയത്തും ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് വിളിക്കാറുണ്ട്. എല്ലാവരുടെ പേരും പറഞ്ഞു ദ്വാരിക്കാനുള്ളത് വിഷമമാണ്. അല്ലാഹു തആല നമ്മുടെ ഈ ക്ലാസ് റൂമിൽ വെച്ച് ദുആ ചെയ്താൽ അതിനൊരു ഫലം കിട്ടും എന്ന നിലക്ക് ആരെല്ലാം എന്തെല്ലാം ആവശ്യങ്ങൾ വെച്ച് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും എല്ലാ ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ പൈശാചികമായ പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം ഒഴിവാക്കി ഇരു ലോകത്തും സന്തോഷത്തിന്റെ അഖിലുകാരിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും ഈ ഒരു കാര്യം അൽഹംദുലില്ലാഹ് 10 ആള് ഏകദേശം ഒരു 10 ആളുകൾ അങ്ങനെ കിബിലയിലേക്ക് മുൻകൈ ഉള്ളം കൈയിന്റെ പള്ള കിബിലയിലേക്കാവുന്ന രൂപത്തിൽ കൈയുയർത്തി നിസ്കരിക്കാൻ തുടങ്ങി എന്ന സന്തോഷം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. പറയുന്നത് സ്വീകരിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല പറയുന്നത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം ഇന്ന് ഈ ഒരു റിസൾട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പറഞ്ഞത് ആരൊക്കെ ചെയ്തു എന്റെ റിസൾട്ട് മാത്രമാണ് ഞാൻ എടുത്തത്. പുതിയ വിഷയം ഇനി കയ്യുയർത്തലുമായി ബന്ധപ്പെട്ട പുതിയ വിഷയം ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഉൾപ്പെടുത്താം. ദുആ വസിയത്തോടെ അഹ്സനി ഉസ്താദിനെ മൈക്കയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.